നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവത മഹാപുരാണം 3-ാം സ്കന്ധം 1-ാമത്തെ അധ്യായം. വിതുരർ ഉദ്ധവരെ കണ്ടുമുട്ടുന്നു. ഈ അധ്യായത്തിൽ 22 വരെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ നോക്കി. ഇനി 23-ാമത്തെ ശ്ലോകം മുതലാണ് ഇന്ന് നോക്കാനുള്ളത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അന്യാനി ജഹതി ജദേവദേവേ കൃതാനി നാനായതനാനി വിഷ്ണു പ്രത്യംഗമുഖ്യാങ്കിത മന്ദിരാണി യദ്ദർശനാത് കൃഷ്ണമനുസ്മരന്തി. ഋഷികളാലും ദേവന്മാരാലും നിർമ്മിക്കപ്പെട്ടവയും ആയുധങ്ങളിൽ മുഖ്യമായ ചക്രത്തിൻ്റെ അടയാളമുള്ള മന്ദിരങ്ങളോട് കൂടിയവയുമായ ഏതൊന്നിൻ്റെ ദർശനത്താൽ മഹാവിഷ്ണുവിനെ നിരന്തരം സ്മരിക്കുമോ ആ വിഷ്ണുവിൻ്റെ നാനാവിധത്തിലുള്ള ക്ഷേത്രങ്ങളെയും സേവിച്ചു. തതസ്ത്വതി പ്രജ്ഞസുരാഷ്ട്രവൃദ്ധം സംവീരമത്സ്യാൻ ഗുരുജാങ്കലാംശ്ച കാലേന താവത് യമുനാമുവേദ്യ തത്രോദ്ധവം ഭാഗവതം ദദർശ. അനന്തരം സമൃദ്ധി നിറഞ്ഞ സൗരാഷ്ട്രദേശം, സൗവീരദേശം, മത്സ്യദേശം, കുരുദേശം, ജാങ്കലം എന്ന മരുപ്രദേശം എന്നിവ കടന്ന് യമുനാ നദീതീരത്ത് വിതുരർ എത്തിച്ചേർന്നു. അവിടെ വെച്ച് ഭഗവാന്റെ ഭക്തനായ ഉദ്ധവരെ കണ്ടുമുട്ടി. സവാസുദേവാനുചരം പ്രശാന്തം ബൃഹസ്പതി പ്രാക്തനയം പ്രതീതം അലിംഗ്യകാഠം പ്രണയേന ഭദ്രം സ്വനാമപൃച്ഛത് ഭഗവത് പ്രജാനാം. വാസുദേവനോടുകൂടി സദാ സഞ്ചരിക്കുന്നവനും പ്രശാന്തമായ മനസ്സുള്ളവനും കഴിഞ്ഞ ജന്മത്തിൽ ബൃഹസ്പതിയുടെ ശിഷ്യനുമായ ഉദ്ധവരെ കണ്ടപ്പോൾ തന്നെ പ്രേമത്താൽ ഗാഠമായി ആലിംഗനം ചെയ്ത ശേഷം സ്വസംബന്ധികളായ ഭഗവാന്റെ പ്രജകളുടെ ക്ഷേമത്തെ അന്വേഷിച്ചു. കച്ചിത് പുരാണോ പുരുഷോ സനാഭ്യാപാത്മാനുവൃത്തിഹകിലാവതീർണോ അസാദൗർവ്യ കുശലം വിദായ കൃതക്ഷണോ കുശലം ശൂരഗേഹേ. തൻ്റെ നാഭിപത്മത്തിൽ നിന്നുണ്ടായ ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥന അനുസരിച്ച് ഭൂമിയിൽ അവതരിച്ച പുരാണ പുരുഷന്മാരായ ബലരാമനും കൃഷ്ണനും ഭൂമിക്ക് ക്ഷേമം നിർവഹിച്ചുകൊണ്ട് വിശ്രമശീലന്മാരായി വസുദേവഗ്രഹത്തിൽ സൗഖ്യമായിരിക്കുന്നുവോ. കച്ചിത് കുരൂണാം പരമസുഹൃന്നോ ഭാമസ് അസ്തി സുഗമംഗശൗരി യോവൈസ്വസ്രൂണാം മൃദുവദ്ദാന്തി ഹരാൻവദാനോ ഹരതർപ്പണേന. ഈ ശ്രേഷ്ഠ കുരുക്കളായ ഞങ്ങളുടെ ഉറ്റബന്ധുവായ പൂജ്യനായ വാസുദേവർ സുഖമായിരിക്കുന്നുവോ. ദാനശീലനായ മഹാൻ സഹോദരിമാർക്ക് വേണ്ട വസ്തുക്കളെ ആദരവോടെ നൽകിയും പിതാവിനെ പോലെ അഭീഷ്ടങ്ങൾ നൽകിയും തീർച്ചയായും രക്ഷിച്ചു വരുന്നുണ്ടായിരിക്കും. കച്ചിത് വരൂതാധിപതിർയദൂനാം പ്രദ്യുമ്ന ആസ്തേ സുഗമംഗവീര യം രുക്മിണീ ഭഗവതോഭിലേഭേ ആരാധ്യ വിപ്രാൺ സ്മരമാതി സർഗേ. രുക്മിണി ദേവി ദേവന്മാരെയും ബ്രാഹ്മണരെയും പൂജിച്ചതിൻ്റെ ഫലമായി മുജ്ജമ്മത്തിൽ മന്മഥനായിരുന്നവനെ സന്തോഷത്തോടുകൂടി ഭഗവാനിൽ നിന്ന് പുത്രനായിട്ട് സമ്പാദിച്ചുവോ. ശൂരനും യാദവ സേനാപതിയുമായ ആ പ്രദ്യുമ്നൻ സുഖമായിരിക്കുന്നുവോ. കച്ചിത് സുഖം സാത്വത വിഷ്ണുഭോജ ദാശാർഹ കാണാമരിവസ്സാസ്തേ യമഭ്യഷിഞ്ചത് ശതപത്രനേത്രോ നൃപാസനാശാം പരിഹൃത്യ ദൂരാത്. രാജസിംഹാസനം സ്വീകരിക്കാതെ ഉപേക്ഷിച്ചവനും സഹസ്രാക്ഷനുമായ ഭഗവാൻ കൃഷ്ണൻ ആരെ സിംഹാസനത്തിൽ അവരോധിച്ചുവോ. സാത്വതന്മാർ, വൃഷ്ണികൾ, ഭോജന്മാർ, ദാശാർഹന്മാർ ഇവർക്ക് അധിപനുമായ ഉഗ്രസേന മഹാരാജാവിന് സൗഖ്യം തന്നെയല്ലേ. കച്ചിത് ഹരേ സൗമ്യ സുതസ്സദൃക്ഷാസ്തേ ഗൃണീരതിനാം സാധു സാംബ അസൂദയം ജാമ്പവതീ വ്രതാഢ്യ ദേവം ഗുഹം യോംബികയാ ധൃതോഗ്രേ. ഹേ സൗമ്യ, ഹരിയുടെ സദൃശനായ പുത്രനും മഹാരഥന്മാരിൽ അഗ്രഗണ്യനുമായ സാമ്പൻ ക്ഷേമത്തോടെ ഇരിക്കുന്നുവോ. പൂർവ്വജന്മത്തിൽ ഉമാദേവി ഏതൊരു കുമാരനെ ഗർഭത്തിൽ ധരിച്ചുവോ. വ്രതാനുഷ്ഠാനങ്ങൾ കൊണ്ട് ജാമ്പവതി ആ ഗുഹനെ പുത്രനായി നേടി. രതികളിൽ ശ്രേഷ്ഠനും സുബ്രഹ്മണ്യൻ്റെ അവതാരവുമായ ആ സാമ്പന് സുഖം തന്നെയല്ലേ. ക്ഷേമം സഗച്യുദാനാസ്തേയ ഫാൽഗുനാ ലബ്ധതനൂരഹസ്യ ലേഭേഞ്ചസാദോക്ഷജസേവയൈവ ഗതിം ദദീയാം വിധിബർദുരാവാം. ശ്രീകൃഷ്ണ സേവ കൊണ്ട് സന്യാസികൾക്ക് പോലും ലഭിക്കാൻ പ്രയാസമായ ശ്രീകൃഷ്ണ സ്വരൂപ ഭക്തി അനായാസേന നേടിയവനും അർജുനനിൽ നിന്ന് ധനുർവേദ രഹസ്യത്തെ അറിഞ്ഞവനുമായ ആ യുയുധാനൻ. യുയുധാനൻ പറയുമ്പോൾ സാത്വികി യുയുധാനൻ എന്നും പേരുണ്ട്. ആ സാത്വികി ക്ഷേമത്തോടെ ഇരിക്കുന്നുവോ. കച്ചിത് ബുധസ്വസ്ത്യനമീവ ആസ്തേ സ്വഫൽക്കപുത്രോ ഭഗവത് പ്രപന്ന യകൃഷ്ണപാദാങ്കിതമാർഗപാംസു സ്വജ്യേഷ്ഠത പ്രേമ വിഭിന്ന ധൈര്യ
ദോഷരഹിതനും ഭഗവാന്റെ തത്വമറിഞ്ഞ് ശരണം പ്രാപിച്ചവനുമായ ശുഫൽക്കപുത്രൻ സുഖമായിരിക്കുന്നുവോ? ശ്രീകൃഷ്ണ ഭക്തി കൊണ്ട് മനസ്സലിഞ്ഞ ആ ക്രൂരൻ വഴിയിൽ പതിഞ്ഞു കിടന്ന കൃഷ്ണന്റെ പാദചിഹ്നങ്ങളിൽ കിടന്ന് ഉരുണ്ടവനാണ്. അക്രൂരന്റെ പിതാവാണ് ശുഫൽക്കൻ. അതാണ് ശുഫൽക്കപുത്രൻ പറയുമ്പോൾ അക്രൂരൻ. കച്ചിച്ചിവം ദേവകഭോജപുത്ര്യാ വിഷ്ണു പ്രജായ ഇവ ദേവമാതോ യാവേ സ്വഗർഭേണ ദദാരദേവം ത്രയീയതാ യജ്ഞവിധാനമർത്ഥം. ദേവമാതാവായ അതിഥിയെപ്പോലെ ഇരിക്കുന്നവളും ദേവകന്റെ പുത്രിയുമായ ദേവകി വിഷ്ണു ഭഗവാനെ സന്താന രൂപത്തിൽ സ്വന്തം ഗ്രഹത്തിൽ വഹിച്ചവളാണ്. ആ ദേവകി മാതാവിന് ക്ഷേമം തന്നെയല്ലേ? അഭിസിതാസ്തേ ഭഗവാൻ സുഖംബോ യസ്സാത്വതാം കാമതുഗോ നിരുദ്ധ യമാമനന്തി സ്മഹ ശബ്ദയോനിം മനോമയം സത്വതുരീയതത്വം. ഏതൊരുവനെ ശാസ്ത്രങ്ങളുടെ ഉൽപ്പത്തിസ്ഥാനമെന്നും മനസ്സിൻ്റെ സ്വരൂപമെന്നും അന്ധക്കരണങ്ങളായ ചിത്തം, അഹങ്കാരം, ബുദ്ധി, മനസ്സ് ഇവയിൽ നാലാമത്തേതായ മനസ്സിൻ്റെ അതിദൈവമെന്നും വേദങ്ങൾ പറയുന്നുവോ, ഭക്തന്മാരായ നിങ്ങളുടെ അഭീഷ്ടങ്ങൾ പ്രദാനം ചെയ്യുന്നവനും ഭഗവാനുമായ ആ അനിരുദ്ധന് ക്ഷേമം തന്നെയോ? അന്ധകരണവൃത്തികളായ ചിത്തം, അഹങ്കാരം, ബുദ്ധി, മനസ്സ് എന്നിവയ്ക്ക് യഥാക്രമം വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എന്നിവരാണ് അധിഷ്ഠാന ദേവതകളാണ് അവർ. അഭിശ്ചിതന്യേജ നിജാത്മദൈവം അനന്യവൃത്യ സമനുഭ്രതായേ ഹൃദീക സത്യാത്മജാരുദേഷ്ണാഗതാദയ സ്വസ്തി ചരന്തി സൗമ്യ. ഏ സൗമ്യനായ ഉദ്ധവ, നിങ്ങളുടെ ആത്മാവിന് പ്രകാശം നൽകുന്ന ദേവനായ കൃഷ്ണനെ അന്യചിന്തകൾ കൂടാതെ യാതൊരുവൻ വേണ്ടവിധം സേവിക്കുന്നുവോ ആ ഹൃദീകൻ പറയുമ്പോൾ ഒരു യാദവ നായകനാണ്. സത്യഭാമയുടെ പുത്രൻ, അതായത് ഭീമൻ. ചാരുദേശൻ പ്രദ്യുമ്നൻ്റെ സഹോദരനാണ്. ഗദൻ കൃഷ്ണന്റെ ഒരു സഹോദരനാണ്. ഇവരെല്ലാം സുഖമായി ഇരിക്കുന്നുവോ? അഭിസ്വതോഭ്യാം വിജയാച്യുതാഭ്യാം ധർമ്മേണ ധർമ്മ പരിപാതി സേതും ദുര്യോധനോദപ്യതയൽ സഭായാം സാമ്രാജ്യലക്ഷ്മ്യ വിജയാനുവൃത്യ. ആരുടെ സഭയിൽ പ്രവേശിച്ചപ്പോൾ അർജുനന്റെ നിരന്തര സേവയുടെ ഫലമായി ലഭിച്ചിരിക്കുന്ന സാമ്രാജ്യലക്ഷ്മിയാൽ ദുര്യോധനൻ തപിച്ചുവോ? ആ ധർമ്മപുത്രൻ അദ്ദേഹത്തിൻ്റെ രണ്ട് കൈകളായ അച്യുതനോടും വിജയനോടും കൂടി ശാസ്ത്രമര്യാദ തെറ്റാതെ ധർമ്മത്തെ പരിപാലിക്കുന്നുവോ? കിംവാകൃതാഘോഷകമത്യമർഷി ഭീമോഹിവ ദീർഘതമം വ്യമുഞ്ചത് യസ്യാംഗ്രിപാദം രണപൂർണസേഹേ മാർഗം ഗദായശ്ചരതോ വിചിത്രം. ഗദായുധത്തിലുള്ള വിവിധ പ്രയോഗങ്ങളെ പ്രകാശിപ്പിക്കുന്ന വിധം സഞ്ചരിക്കുന്ന ഏതൊരുവൻ്റെ പാദപ്രക്ഷേപണത്തെ യുദ്ധഭൂമിക്ക് സഹിക്കാൻ കഴിയാതെ ഇരിക്കുന്നുവോ? സർപ്പത്തെ പോലെ ക്രോധിച്ചും ദീർഘനിശ്വാസം വിട്ടുകൊണ്ടും സഞ്ചരിക്കുന്ന ആ ഭീമസേനൻ തങ്ങളോട് അപരാധം ചെയ്തവരിൽ ഏൽപ്പിക്കുവാൻ ദീർഘകാലമായി വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ദണ്ഡത്തെ ശത്രുക്കളിൽ ഏൽപ്പിച്ചുവോ? ഭീമൻ ശത്രുക്കളോട് പ്രതികാരം വീട്ടിയോ എന്ന് സാരം. കാരണം വിതുര അതിൻ്റെ മുമ്പ് അവിടുന്ന് പോന്നതാണല്ലോ, അതൊന്നും ചോദിക്കണം. ഭാരതയുദ്ധം കണ്ടിട്ടില്ലല്ലോ. കച്ചിത് യശോദാരഥയൂതപാനാം ഗാഡീ വദന്യോ പരദാരിദാസ്തേ അലക്ഷിതോ യച്ഛരകൂടകൂടോ മായാകിരാതോ ഗിരിശസ്തുദോഷ. മായ കൊണ്ട് കിരാതവേഷം ധരിച്ച ശിവൻ ആരുടെ ശരപ്രയോഗത്താൽ മൂടപ്പെട്ടപ്പോൾ സന്തോഷിച്ചുവോ? രതികളിൽ ശ്രേഷ്ഠനും ഗാണ്ഡീവം എന്ന വില്ല് അഗ്നിയിൽ നിന്ന് നേടിയവനുമായ അർജുനൻ ശത്രുക്കളെയെല്ലാം നശിപ്പിച്ച് ക്ഷേമത്തോടെ ഇരിക്കുന്നുവോ? യമാവുദസ്ഥിത്തനയോ മൃതായ വാർത്തേ മൃദോ പഷ്മഭിരക്ഷിണീവ രമാദ ഉദ്ധായ മൃതേ സ്വരിഗ്ധം പരാസുപർണ വിവവജ്രിവക്രാത്. കൺപോളകൾ കൺമിഴികളെ എന്ന പോലെ ഉന്തി സംരക്ഷിച്ചു വളർത്തിയ രണ്ടു പുത്രന്മാരും ഇന്ദ്രന്റെ മുഖത്തു നിന്നും ഗരുഡന്മാർ അപഹരിച്ചു കൊണ്ടുവരുമെങ്കിൽ ആ പക്ഷികളോട് ഉപമിക്കാൻ യോഗ്യരുമായ നകുലനും സഹദേവനും ശത്രുക്കളുടെ ധനത്തെ ബലമായി എടുത്തിട്ട് സുഖമായി ജപിക്കുന്നുവോ? അഹോ പ്രതാപിദ്രിയതേർഭകാർത്തെ രാജശിവജേണ വിനാപിതേന യസ്തേകവീരോധിരതോ വിജിഗ്യേ ധനുർദ്വിതീയ കകുപശ്ചതസ്ര. രഥയുദ്ധത്തിൽ അദ്വിതീയനും സാദൃശ്യമില്ലാത്ത പരാക്രമിയും വില്ലുമാത്രം സഹായത്തിനുള്ളവനുമായ ഏതൊരുവൻ 4 ദിക്കുകളെയും ജയിച്ചുവോ? രാജശിവരനായ പാണ്ഡുമഹാരാജാവിനോട് വേർപിരിഞ്ഞിട്ടും കുന്തിദേവി മക്കൾക്ക് വേണ്ടി പ്രാണൻ ധരിച്ചിരിക്കുന്നുവല്ലോ. അഹോ കഷ്ടം. അങ്ങനെയുള്ള ദേവിയെക്കുറിച്ച് കുശലം ചോദിക്കുന്നത് തന്നെ കഷ്ടം എന്ന് അർത്ഥം. സൗമ്യാനുശോചേതം അതപതന്തം ഭ്രാത്രേ പരേതായ വിദുദ്രുഹേയ
ധൈര്യാഭിതോയേന സുഹുൽ സ്വപുര്യ അഹം സ്വപുത്രാൻ സമനുവ്രതേന. ഹേ പ്രിയദർശനായ ഉദ്ധവ, തൻ്റെ മക്കളെ അനുസരിച്ച് ജീവിക്കുന്നവനും മരിച്ചുപോയ അനുജന്റെ മക്കളെ ദ്രോഹിക്കുന്നത് നിമിത്തം അനുജനെ തന്നെ ദ്രോഹിക്കുന്നവനും സ്വപുത്രന്മാരുടെ അന്യായമായ അഭിപ്രായത്തെ സ്വീകരിച്ചുകൊണ്ട് ഇതം ഉപദേശിച്ച സുഹൃത്തായ എന്നെ തൻ്റെ രാജധാനിയിൽ നിന്ന് പുറത്താക്കിയവനും നരകത്തിൽ പതിക്കാൻ ഒരുങ്ങിയവനുമായ ആ ധൃതരാഷ്ട്രരെക്കുറിച്ച് ഞാൻ ദുഃഖിക്കുന്നു. സോഹം ഹരേ മത്യവിടംബനേനാദൃശോ നൃണാം ചാലയതോ വിദാതോ നാന്യോവലക്ഷ്യ പദവിം പ്രസാദ ചരാമി പശ്യൻ ഗതവിസ്മയോത്ര. ഈ ഞാൻ മനുഷ്യനാട്യത്താൽ മനുഷ്യരുടെ കണ്ണുകളെ ഭ്രമിപ്പിക്കുന്നവനും സൃഷ്ടികർത്താവുമായ ശ്രീഹരിയുടെ അനുഗ്രഹം കൊണ്ട് സംഭവിക്കുന്നതിൽ ഒന്നും ആശ്ചര്യപ്പെടാതെയും ആരും തിരിച്ചറിയാത്ത വിധത്തിൽ വേഷം മാറിയും ഭൂലോകത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. രാജധാനിയിൽ നിന്ന് ആട്ടിപ്പുറത്താക്കിയത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് എന്നാണ് ഇവിടെ വിതുരർ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ സഞ്ചരിക്കാനും ഭഗവാന്റെ മാഹാത്മ്യം അറിയാനും സാധിക്കുന്നത് എന്ന് സാരം. നൂനം നൃപാണാം ത്രിമതോൽപദാനാം മഹിം മുഹുശ്ചാലയതാം ചമൂബി വധാപ്രപന്നാർത്തിജിഹീശയേശോപ്യുപൈക്ഷതാകം ഭഗവാൻ ഗുരുണാം. വിദ്യാധനം കുലം എന്നിങ്ങനെ 3 വിധത്തിലുള്ള മതത്താൽ മര്യാദ തെറ്റി നടക്കുന്നവരും സൈന്യങ്ങളെ കൊണ്ട് ഭൂമിയെ ഇടയ്ക്കിടെ ചലിപ്പിക്കുന്നവരുമായ ദുഷ്ടരാജാക്കന്മാരെ നിശേഷം സംഹരിക്കണമെന്നും ശരണാഗതന്മാരുടെ ദുഃഖം തീർക്കണമെന്നുമുള്ള വിചാരത്താൽ ഭഗവാൻ തന്നെയായ ശ്രീകൃഷ്ണനും കൗരവന്മാരുടെ പാപവൃത്തികളിൽ ഉപേക്ഷ കാണിച്ചു. അതായത് ദുഷ്ടരാജാക്കന്മാരെ നശിപ്പിക്കാനാണല്ലോ ഭഗവാൻ അവതരിച്ചത്. എങ്കിലും പാണ്ഡവവാദികളോട് കൗരവർ കാണിച്ച അപരാധങ്ങൾക്കും പാപപ്രവൃത്തികൾക്കും ഉടനടി ശിക്ഷ നൽകാതെ ഉപേക്ഷ ഭാവിച്ചിരുന്നു. ദുർജനങ്ങളെ ഒറ്റയടിക്ക് വധിക്കാതെ അവരെ കൊണ്ട് കൂടുതൽ കൂടുതൽ പാപം ചെയ്യിപ്പിച്ചിട്ട് ഒടുവിൽ നശിപ്പിക്കുകയായിരുന്നു ഉദ്ദേശം എന്ന് അർത്ഥം. അജസ്യ ജന്മോൾപതനാശനായ കർമാണി കർത്തോ ഗ്രഹണായ പുംസാം നന്വന്യതാകോർഹതി ദേഹയോഗം പരോ ഗുണാനാമുദകർമ്മതന്ത്രം. ജന്മാദി വികാരങ്ങളില്ലാത്തവനാണ് എങ്കിലും ധർമ്മത്തിൻ്റെ വഴിതെറ്റി നടക്കുന്നവരെ നശിപ്പിക്കാൻ വേണ്ടി ജന്മങ്ങളും അകർത്താവാണെങ്കിലും ജനങ്ങളെ കൊണ്ട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിപ്പിക്കാൻ വേണ്ടി കർമ്മങ്ങളെയും ഭഗവാൻ അംഗീകരിക്കുന്നു. അങ്ങനെ അല്ലെങ്കിൽ ഗുണങ്ങളിൽ നിന്ന് അകന്നിരിക്കുന്നവനായിട്ടും ഇപ്രകാരമുള്ള ശരീരങ്ങളെയും കർമാധീനതയെയും മറ്റാര് സ്വീകരിക്കും? ഭഗവാൻ ലോകക്ഷേമത്തിന് വേണ്ടിയാണ് അവതാരമെടുക്കുന്നതും കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് എന്നും അർത്ഥം. തസ്യ പ്രപന്നാഖില ലോകവാനാം അവസ്ഥിതാനാമനുശാസനീസ്യേ അർത്ഥായ ജാതസ്യേ ദുഷ്യജസ്യ മാർത്താം സഖേ കീർത്തയ തീർത്ഥകീർത്തേ. ഈ സഖേ ശരണാഗതരായ സകല ലോകപാലന്മാരെയും തൻ്റെ ആജ്ഞാനുരൂപനായി നിൽക്കുന്നവരെയും സംരക്ഷിച്ച് അവരെ സന്മാർഗത്തിൽ നയിക്കാൻ വേണ്ടി യദുകുലത്തിൽ അവതരിച്ചവനും പരിശുദ്ധ കീർത്തിയുള്ളവനുമായ ശ്രീകൃഷ്ണന്റെ കഥകളെക്കുറിച്ച് വിസ്തരിച്ചാലും. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാർവത്യാം സംഹിതായാം ദ്വിതീയസ്കന്ധേ വിദുരോധവ സംവാദേ പ്രഥമോധ്യായഃ. 3-ാം സ്കന്ധത്തിലെ 1-ാമത്തെ അധ്യായം ഇവിടെ അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.